Welcome back to the 8th day session of NEPM 2021 conducted by the Department of Mathematics of Sacred Heart College, Chalakudy. I welcome you all for today's session. For today's session, we have the resource person, Ms. Sunita, Assistant Professor, Government Brennan College, Talasheri. Ms. Sunita is a native of Kasaragod and she completed her graduation and post-graduation from Government College, Kasaragod. She did her research in Kannur University on the topic special functions and she has submitted the thesis. One more thing to add, she is one of my dearest friends and a unique quality about her is the passion for mathematics. Passion for learning mathematics as well as teaching mathematics. So indeed, we are very lucky here as we got an opportunity to listen from her. So with great enthusiasm, first of all, let me welcome Ms. Sunita to NEPM 2021. I would also like to invite her for delivering a talk on the topic, an introduction to wavelets. Over to you, Sunita. Thank you, Vijida, for the good words about me. Good evening, my dear friends. Can you all hear me? Yes, you are audible. Okay. So, dear friends, I think you were making a very strong bridge from moving to graduation to post-graduation, is it? Someone can respond, okay? Yeah, participants can unmute and you can respond, okay? I haven't prepared a presentation. I just want to make an interactive session, okay? കാരണം നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് അല്ല ചെയ്യുന്നത്, ഇറ്റ് ഇസ് ജസ്റ്റ് എ ബ്രിഡ്ജ് കോഴ്സ്, നോ. സോ വി ഹാവ് ടു മേക്ക് അപ്പ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദിസ് ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ. സോ ലെറ്റ് us make a discussion, okay? So you can unmute your audio and respond. So I think all those sessions that you were hearing for these days were very useful to you. And here I wish to lay a single stone to that bridge that you are going to make, or you are making, okay? I have chosen the topic, Introduction to Wavelets. അത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണോ എന്ന് എനിക്കറിയില്ല, വേവ്ലെറ്റ്സ് എന്നുള്ളത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, പുറത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ഇൻട്രൊഡക്ഷൻ ടു വേവ്ലെറ്റ്സ് or this concept of wavelets or wavelets theory? No one is responding. No, ma'am. Okay. So we will just know what wavelets is, okay? See, I'll just start with the story. Of course, you can say a story. Let's say it as a story, okay? See, have you heard of FBI, the Federal Bureau of Investigation? Of course, you might have heard of it, okay? So, അവർക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു പണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയൊരു പെറ്റി കേസിന് ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് വന്നു. എന്തെങ്കിലും ഒരു മാല മോഷ്ടിക്കാൻ ശ്രമിച്ചതിനോ അങ്ങനെ ഒരു പെറ്റി കേസിന് ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് വന്നു, ഓക്കെ? അപ്പോ അയാളുടെ ഇഷ്യൂസ് ഒക്കെ നോക്കി അയാളുടെ വലിയ സീരിയസ് ഒന്നല്ല, വിട്ടയക്കാവുന്നതേ ഉള്ളൂ. എന്നാലും പോലീസുകാര് ചിലപ്പം അവരുടെ ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് അവർ മുമ്പ് ഏതെങ്കിലും ക്രൈമിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടി വരുമല്ലോ, ഡെഫിനറ്റ്ലി. കാരണം ഇപ്പൊ നമ്മള് റീസെന്റ് ഇന്നലെയും കൂടെ നമ്മൾ കണ്ടതാണ് ട്രെയിനിൽ നിന്നുള്ള ഒരു മോഷണം എന്നൊക്കെ. അപ്പൊ അവര് ചിലപ്പോ നോർത്തിലൊക്കെ ഒരുപാട് വലിയ ഒരുപാട് ഇതൊക്കെ ക്രൈംസ് ഒക്കെ നടത്തിയിട്ട് ഇവിടെ വന്നതായിരിക്കാം, ഇവിടുന്ന് ഒരു ചെറിയൊരു ഇതിൽ പെട്ടുപോയതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. ചിലപ്പോൾ ഒന്നുമില്ല, ഒരു വയറ്റപ്പഴുപ്പിന് വേണ്ടി എന്തെങ്കിലും ചെറിയ മോഷണത്തിന് ഇറങ്ങിയതും ആവാം. സോ എനിവേ ദിസ് പോലീസ് പീപ്പിൾ മസ്റ്റ്
വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫിംഗർ പ്രിന്റ് ജസ്റ്റ് ഒന്ന് അവരുടെ കയ്യിലുള്ള ഡാറ്റ ബാങ്ക് ഉണ്ടാവുമല്ലോ ഫിംഗർ പ്രിന്റിന്റെ, അതൊന്ന് മാച്ച് ചെയ്ത് നോക്കിയിട്ട് വെദർ ഹി ഈസ് ഓൾറെഡി എ ക്രിമിനൽ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അയാളെ പോകാൻ വിടും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുത്തങ്ങ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഈ ഡാറ്റ ബാങ്ക് ഇപ്പൊ കാർഡൊക്കെ പോലെ കാർഡുകളായിട്ടാണ് ഈ പിന്നെ എത്ര ടൈം എടുക്കും ഇതിനത് മാച്ച്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഏജ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ആലോചിക്കാം, അത് നമുക്കത് സ്കാൻ ചെയ്ത് ഇമേജസ് ആക്കിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാം. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ നമുക്ക് ഒത്തു നോക്കാൻ വേണ്ടി കമ്പയർ ചെയ്തിട്ട് ഒത്തു നോക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ നമ്മള് എന്ത് ചെയ്യും, ഈ കിട്ടിയ മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ പിന്നെ അവരുടെ ഡാറ്റാ ബാങ്കിലുള്ള എല്ലാ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് മാച്ചിങ് ഉണ്ടെങ്കിൽ അയാളെ പിന്നെ കസ്റ്റഡിയിൽ എടുത്ത് ബാക്കിയുള്ള പ്രൊസീഡിങ്സ് ഒക്കെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടയക്കാം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു ഡാറ്റ ബാങ്ക്, അതായത് ഒരു കാർഡ്, ഫിംഗർ പ്രിന്റ് കാർഡ്, അത് അതുപോലെ സ്കാൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ എത്ര MB വേണ്ടി വരും? അതിനിപ്പം സാധാരണ ചെയ്യാൻ എന്താന്ന് വെച്ചാൽ അതിന് ഒരു ഫിഗർ നമ്മൾ പിന്നെ ഇമേജ് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ, മെയിലൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ എത്ര MB ഉണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് സ്പീഡ് കുറയും. നമ്മുടെ ഇപ്പൊ കമ്പ്യൂട്ടറിലാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന് സ്റ്റോറിങ് കപ്പാസിറ്റി അത്രത്തോളമൊക്കെ വേണം. അപ്പം ഇതിങ്ങനെ സ്റ്റോർ ചെയ്യാന്ന് വെച്ചാല് ഡിവൈഡ് ചെയ്തിട്ട് കുറെ പിക്സൽസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മള് ഫോണൊക്കെ വാങ്ങുമ്പോൾ ഇപ്പൊ അതിന്റെ റെസൊല്യൂഷൻ ഒക്കെ നോക്കിയിട്ടല്ലേ വാങ്ങുന്നത്, പിക്സൽസിന്റെ ഒക്കെ ഇതൊക്കെ നോക്കിയിട്ട്. അപ്പൊ ഈ ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ ഒരു ഇമേജ് എന്ന് വെച്ചാൽ അതിനെ കുറെ സബ് ഇമേജായി ഡിവൈഡ് ചെയ്തിട്ട് അതില് അങ്ങനെയൊക്കെയാണ് ഈ സ്റ്റോറിങ് വരുന്നത്. അപ്പോ അത് സ്റ്റോർ ചെയ്യാൻ ഒരുപാട് ഡാറ്റ വേണ്ടി വരും, ഒരുപാട് മെമ്മറി സ്പേസ് വേണ്ടി വരും. അപ്പോ ഒരു രാജ്യത്തെ ഇപ്പം ഇന്ത്യയിലെ തന്നെ നോക്കിക്കോ, ഇത്ര ആൾക്കാരുണ്ട്, ഇത്രയും ക്രിമിനൽസ് തന്നെ ഇത്രയുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഫിംഗർ പ്രിന്റ് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ എത്ര മെമ്മറി ഉള്ള ഇത് വേണ്ടി വരും. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, അങ്ങനെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. കാർഡായിട്ട് വെക്കാൻ പറ്റില്ല, കാർഡായിട്ട് ഡയറക്ട്ലി പിന്നെ സ്കാൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. സോ വാട്ട് വി ക്യാൻ ഡു, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഇമേജ് സ്കാൻ ചെയ്തെടുത്ത ഇമേജ് കംപ്രസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. കംപ്രസ് ചെയ്യുമ്പോൾ ഒത്തിരി സ്പേസ് ലാഭം കിട്ടും അല്ലെ? നമ്മളിപ്പോ ഒരു ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് മെയിൽ ചെയ്യണം, അപ്പൊ ഒത്തിരി ഡാറ്റ കൂടിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും, നമ്മളത് ഓൺലൈനായിട്ട് നമുക്ക് അതിന് ഒത്തിരി ആപ്സ് ഉണ്ട് ഇപ്പം. അപ്പൊ വി വിൽ കംപ്രസ് ചെയ്തിട്ട് നമുക്കത് അയക്കാൻ പറ്റും. അപ്പൊ നമുക്കത് ഫെമിലിയർ ആണ് അങ്ങനെ ഒരു വേർഡ് ഡാറ്റ കംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതൊക്കെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് മെമ്മറി സ്പേസ് കുറക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയാ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഫുഡ് സ്റ്റെപ്പ് ഈ ഡാറ്റ കംപ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ JPEG എന്ന് കേട്ടിട്ടുണ്ടല്ലോ, JPEG എന്ന് പറയും, അല്ലെങ്കിൽ JPEG, അതായത് ഇമേജ് കംപ്രഷന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഇന്റർനെറ്റിൽ നിന്ന് വല്ല ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ അപ്പൊ അതിൽ ഏറ്റവും അവസാനം .jpg എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. അത് JPEG എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡിന്റെയാണ്. JPEG എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്ന് പറയും. അതൊരു സ്റ്റാൻഡേർഡ് ആണ് ഡാറ്റ കംപ്രഷന് വേണ്ടിയിട്ടുള്ള, ഇമേജ് കംപ്രഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണത്. അപ്പോൾ അതില് ഓക്കെ, അത് അവിടെ വെച്ചോളൂ. നമ്മൾ ഫിംഗർ പ്രിന്റ് കംപ്രഷന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരിക്കൽ ഈ FBI ഇങ്ങനെ ഡാറ്റ കാർഡ് സൂക്ഷിക്കുന്നതിന് പകരം ഇമേജസ് ആയിട്ട് എടുത്തിട്ട് കംപ്രസ് ചെയ്ത് സൂക്ഷിക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായി. അപ്പോൾ അതിന് പിന്നെ ഇത് വിളിച്ചു, എന്താണ്, നമ്മൾ ടെൻഡർ വിളിക്കില്ലേ, അതുപോലെ അത് ഔട്ട് ചെയ്തു, ആരാണ് ഏത് ഗ്രൂപ്പാണ് ഇത് ഇമേജ് കംപ്രഷന് വേണ്ടിയുള്ള ഡാറ്റ കംപ്രഷൻ, ഫിംഗർ പ്രിന്റ് കംപ്രഷന് റെഡി ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അവര് പരസ്യം കൊടുക്കും. അപ്പൊ ഒരുപാട് കമ്പനികൾ, ഒരുപാട് ഗ്രൂപ്പ്സ്, ഒരുപാട് സ്റ്റാൻഡേർഡ്സ്, പല സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ അപ്ലൈ ചെയ്തു. അപ്പൊ അതിൽ JPEG ഒക്കെ ഉണ്ടായിരുന്നു, ഈ JPEG ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവര് FBI ആ കോൺട്രാക്ട് കൊടുത്തത് വേവ്ലെറ്റ് ഗ്രൂപ്പിനായിരുന്നു. അതായത് വേവ്ലെറ്റ് തിയറി അപ്ലൈ ചെയ്തുകൊണ്ട് ഡാറ്റ കംപ്രഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനാണ്. അപ്പൊ അത് ആ സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് വേവ്ലെറ്റ് തിയറി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ജസ്റ്റ് എമർജിങ്, അതിങ്ങനെ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ നമുക്കത് ഒത്തിരി മീൻസ് അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നു. ആ സമയത്തൊക്കെ അത് ഇങ്ങനെ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടും ആ ഒരു ഗ്രൂപ്പിന് അവരത് കൊടുത്തു, ആ കോൺട്രാക്ട് കൊടുത്തു. എന്തുകൊണ്ടായിരിക്കും അത്? ഈ ഒരു കംപ്രഷന്റെ സമയത്ത്, ഡാറ്റ കംപ്രഷന്റെ സമയത്ത് JPEG എന്ന് പറയുന്നത്
ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ സബ് ഇമേജസ് ആയി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് ഇമേജസിന് സി ജസ്റ്റ് ഇമാജിൻ ഒരു യു ഹാവ് എ ഫോട്ടോ നമ്മൾ അതിനെ ജസ്റ്റ് സബ് ഡിവൈഡ് ഇറ്റ് ഇൻ ടു small images using horizontal and vertical lines. Okay, suppose for a photograph we are using 2 vertical lines and 2 horizontal lines. Okay, so 339 sub images you will get, and each sub image is then compressed. Oro sub image compressed. Okay, so each sub image is compressed and then stored, and while we want to then compare that compressed image must be completely reconstructed. അത് നമുക്ക് പെർഫെക്റ്റ് കിട്ടണം എന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് തന്നെ വി ഹാവ് ടു റീകൺസ്ട്രക്ട് ഇറ്റ്. അപ്പോ എന്താണ് ദ ഇഷ്യൂ റിലേറ്റഡ് ടു ദിസ് JPEG ഗ്രൂപ്പ് ഇസ് സ്റ്റാൻഡേർഡ് ഇസ് while reconstructing it on the edges of this sub images it won't align perfectly. രണ്ട് സബ് ഇമേജ് ആണ്, രണ്ടും സെപ്പറേറ്റ്ലി ഇൻഡിപെൻഡന്റ്ലി കംപ്രസ് ചെയ്തതാണ്. അത് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ ആ എൻസില്, സോ ഐ തിങ്ക് യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് പിക്ചർ. നോ, ഒരു നമ്മൾ കുഞ്ഞു നമ്മൾ ഈ പണ്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കില്ല, വലിയൊരു ചിത്രം കുറെ ബോക്സ് ആക്കിയിട്ട് അത് ഇതിലുള്ളത് പോലെ അതിൽ അപ്പുറത്ത് വരയ്ക്കാനായിട്ടൊക്കെ പറയുന്ന ഒരു ഇത് ഓർമ്മ വരുമല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ ബോക്സിലായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ ഈ ഓരോ ബോക്സും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കംപ്രസ് ചെയ്യുന്നത്. അവിടെ നിന്ന് അത് റീകൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോ ആ എൻസില് അത് കൃത്യമായിട്ട് അലൈൻ ചെയ്യണം എന്നില്ല. അപ്പൊ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഫിഗറിലും പിന്നെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്ന ഇമേജിലും ചിലപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ലൈൻസിനെ നമ്മൾ ബ്ലോക്ക് ലൈൻസ് എന്ന് പറയും. അപ്പൊ അത് ഒരു ഫിഗർ കാണുമ്പോൾ നമുക്ക് അത്ര കണ്ട ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. തീർച്ചയായിട്ടും ഒരു ശരിയില്ലായ്മ തോന്നും, എന്നാലും ഇറ്റ് വോണ്ട് ബി ദാറ്റ് ബാഡ്. പക്ഷേ നമ്മളൊരു മെഷീൻ റെക്കഗ്നിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിപ്പം മാനുവലി നോക്കുകയല്ല ചെയ്യുന്നത്, പിന്നെ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഒരു മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് അവിടെയുള്ള ഡാറ്റ ബാങ്കിലുള്ളതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് മെഷീൻ റെക്കഗ്നിഷൻ ആണ് ചെയ്യുന്നത്. സോ അത് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള മെഷീൻ റെക്കഗ്നിഷന്റെ സമയത്ത് അത് ശരിയാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടണം എന്നില്ല. അപ്പോ അതുകൊണ്ട് അവര് പിന്നെ എന്താണ് അതിലും നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കി, ആൻഡ് ദേ സെലക്ടഡ് ദ വേവ്ലെറ്റ് ഗ്രൂപ്പ് ഫോർ ഡാറ്റ കംപ്രഷൻ. അപ്പൊ എന്തായിരിക്കും വേവ്ലെറ്റ് ഗ്രൂപ്പിന് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? വേവ്ലെറ്റ് ഗ്രൂപ്പിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഈ സബ് ഡിവിഷൻ വേണ്ട. അവർക്ക് വേവ്ലെറ്റ് എന്ന് പറയുന്ന ഒരു വേവ്ലെറ്റ് സിസ്റ്റത്തിന് ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലോക്കലൈസേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ഇൻബിൽറ്റ് ആണ്. അത് തന്നെ ആ ലോക്കലൈസേഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. സബ് ഡിവൈഡ് ചെയ്തിട്ട് കുഞ്ഞു പീസസിനെ കംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ലൈൻസ് വരില്ല, അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഉണ്ടാവും റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്ന ഇമേജസിന്. അപ്പോൾ മെഷീൻ റെക്കഗ്നിഷൻ എളുപ്പമായിരിക്കും. അപ്പൊ ഈ ഒരു ഒറ്റ പോയിന്റിന്റെ പുറത്താണ് വേവ്ലെറ്റ് ഗ്രൂപ്പിന് അന്ന് FBI ആ കോൺട്രാക്ട് കൊടുത്തിരുന്നത്. ഇതൊരു കഥ പോലെ നമുക്കൊരു വേവ്ലെറ്റിന്റെ ഏത് ക്ലാസ് പറയുമ്പോഴും നമുക്ക് പറയാവുന്നതാണ്. എനി പ്രോബ്ലം? ഓക്കെ, സോ ലെറ്റ് മീ കണ്ടിന്യൂ. സോ വേവ്ലെറ്റിന്റെ ഏതൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് പറയുമ്പോഴും ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാം, അതായത് ജസ്റ്റ് ടു ഷോ ദ ഇമ്പോർട്ടൻസ് ഓഫ് വേവ്ലെറ്റ് തിയറി. ഓക്കെ, അപ്പൊ ഇനി വേവ്ലെറ്റ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വേവ്ലെറ്റ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് ഫൗണ്ടേഷൻ ആയിട്ട് ആവശ്യമുള്ളത്? വി നീഡ് സം ഫൗണ്ടേഷൻ ഓൺ കോംപ്ലെക്സ് നമ്പേഴ്സ്. കോംപ്ലെക്സ് നമ്പേഴ്സ് തീർച്ചയായിട്ടും വേണം, കാരണം നമ്മൾ കോംപ്ലെക്സ് നമ്പേഴ്സിന്റെ പുറത്ത് റിയൽ മാത്രമല്ല കോംപ്ലെക്സ് സിഗ്നൽസും നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ വി നീഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഓൺ ലീനിയർ ആൾജിബ്ര. ഓക്കെ, ലീനിയർ ആൾജിബ്രയില് നമുക്ക് പിന്നെ സ്പേസസ്, വെക്ടർ സ്പേസസ്, ബേസസ്, then linear transformation, then matrices, അങ്ങനെയുള്ള ഓർത്തോനോർമൽ ബേസസ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലീനിയർ ആൾജിബ്ര വളരെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതില്ല എങ്കിൽ നമുക്ക് വേവ്ലെറ്റ്സ് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വേവ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബേസിസ് ആണ്. വേവ്ലെറ്റ്സ് എന്ന് പറയുന്ന ഒരു ബേസിസ് ആണ്. സോ ഡെഫിനറ്റ്ലി ബേസിസ് വേണമെങ്കിൽ വി നീഡ് എ സ്പേസ്. നമുക്ക് ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ യു ആർ ഗിവൺ എ ലീനിയർ സ്പേസ് ഓർ വെക്ടർ സ്പേസ്, വാട്ട് ഡു യു മീൻ ബൈ ബേസിസ്? എന്താണ് ബേസിസ് എന്ന് പറഞ്ഞാൽ? Can someone say? പറഞ്ഞോളൂ. Excuse me, Sunita.
Yes. Shall we continue in English because there are some participants who are outside from Kerala? Okay. Okay. Okay, fine. Yes. What I've asked. No, we were just discussing about spaces, linear spaces. So when you're given linear space, you can find its basis also. Basis means it's just a subset of the space having two properties. What are the properties? It must be that subset must be linearly independent and it must span the space. That means we can analyze the whole space just using that basis. Is it? Okay. We can have examples for bases also. And if that basis is a finite set, the number of elements in that basis is known as the dimension of the space. Otherwise, the space is said to be an infinite dimensional space. Okay, so when you consider a basis of a space, I think you have learned about orthonormal basis also. Orthonormal basis, what is meant by orthonormal basis? That basis must be, first of all, it must be a basis, then it must be orthogonal, means the elements must be perpendicular to each other, and each must be with length 1, with a norm 1. So such a basis is called an orthonormal basis. And of course, we have learned that for Rn, for any value of n, Rn has the usual basis, or the standard basis is an orthonormal basis. That all things we have learned in our UG classes. Okay. Now, wavelet means it is a basis. Definitely, we are going to learn why or what is the need of constructing such a basis and how to construct. Of course, we are not moving that in this topic, how to construct, why we need such a basis. Okay, I am just sticking on to that point, that why we need such a basis, wavelet basis. Okay. Okay. Have you heard of signal analysis? Of course, definitely, as you are not responding, I am saying the answer for it, okay? Signal analysis, see in communication engineering, electric engineering, etc., there are topics, courses named signals and systems, okay? So for a signal, for being mathematicians, we treat a signal as a function, just a function, is it? A function. A function, it can be a function defined on the real line or any interval on the real line. Such functions are signals, continuous signals or analogous signals. Is it? Continuous or analogous signals. And sometimes the functions are defined on some finite set, otherwise some discrete infinite set. Such functions are discrete signals or digital signals, right? So in communication engineering or signal analysis, we will be given signals and we treat them as just functions. Okay. Now see, when you consider analogous functions or continuous functions, we need a domain. A domain must be the either R or any interval on R. Okay. So just consider L2R. L2R is the set of all square integrable functions, is it? So we just consider signals defined on the set of all square integrable functions. If it is given to be a continuous signal. And for discrete signals, either you can consider L2 set, small l, little l2, okay, L2 set. Set is, that means they are sequences. L2 set is sequence space, okay. So a discrete signal, either it will be defined on L2 set, means the domain is an infinite discrete set. Otherwise, it is a finite discrete set, say Cn, or it can be equally viewed as L2 Zn. L2 Zn is the set of all set such that set of 0, set of 1, etc., set of n minus 1, set of n tuples, okay, complex entries, set of n tuples with each entry is a complex number. Okay. So such a signal is called a discrete signal. So I think we can just discuss something about discrete signals, okay. The same thing can be extended to discrete but infinite signals. And that can be again further bit more complicated, can be added to analogous signals also. Okay. Now, see, L2 Zn is a linear space. L2 Zn, it can be, or you can treat Cn as L2 Zn. Okay, I think I need something to write. So may I present my screen now?
Okay. So I am discussing about L2Zn, okay? L2Zn. L2Zn is the set of all complex number, set of all n tuples. Say set naught suffix title. We used to write set of 0, okay? Set of 0, set of 1, etc. Set of n minus 1. So set n tuples form the class, the space L2Zn. So it is a linear space. So as it is a linear space, it will be having a basis. Of course, you can have so many bases. One of the very important bases that we used to discuss is the standard basis. So what is the standard basis of the space L2Zn? Standard basis is E0, E1, etc., En minus 1. That is known to us. No, En the nth for En the nth entry is 1. All the others are 0. Okay. So that is very familiar to us. So let us discuss another basis, namely E. We use this letter capital E. Capital E is the set E0, E1, etc., En minus 1, where this Em of n is in terms of exponential function, okay? This basis is given in terms of exponential function. Em of n is 1 by root n e to the power 2 pi I m n by n. Okay, so this is this is a basis, is another basis for L2Zn. Okay, L2Zn has a standard basis, of course, and this is another basis. This basis is denoted by this E equals E0, E1, etc., En minus 1. Where this Em of n is given by this in terms of exponential function. This is a basis, E0, E1, etc. is a basis, and say 1 by root n, this when you this you can very easily prove that it is an orthonormal basis for L2Zn. Okay, when you find the inner product of two entries Em, En, we can see that it is equal to 0 only if m for all m n unequal and equal to 1 only if m and n are equal. That means this E is an orthonormal basis. Okay, so E is an orthonormal basis. But see, when you take the magnitude of this magnitude of Em of n for each value, for each of this component n, when you take magnitude of Em of n, 1 by root n, the other one is exponential, e to the power 2 pi I mn by n. So we know when you take the magnitude, it is 1. So it is 1 by root n. So when you consider one of the vectors in this basis, the component, this magnitude of all the components in that vector is 1 by root n. Okay. So normal basis, as it is not localized, we are not sticking on to this basis. Using this, we will be obtaining some other basis. Of course, why we are doing it like this? We need or we are going to construct a basis which is called the wavelet basis. I have told you why I'm going to discuss why we need wavelet basis. Okay, so we have to construct so many bases and we have to throw it away and we have to move to wavelet basis. That is why. Okay. Okay, so this is Em, and we are not sticking on to this because it is not localized, though it is an orthonormal basis. Okay, now using this, we can make another basis, that is F, which is equal to F0, F1, etc., Fn minus 1, and the relation is or the expression for this is Fm equal to 1 by root n Em. That means there in the case of Em, you have 1 by e to the power 2 pi I mn by n. Okay. So again, this also, as E is a basis, F also will be a basis because it is in terms of Em. And as E is orthogonal, F also is an orthogonal basis. But you have a constant multiple of this, so its norm will not be 1.
Therefore, f is not an orthonormal basis. Instead, it is an orthogonal basis. So f is an orthogonal basis. F is an orthogonal basis, and we call it the Fourier basis. Okay. Fourier basis. F is the Fourier basis. Got it? Fourier basis, it is an orthogonal basis. Right? F is an orthogonal basis. So what is the advantage of F over E? E was orthonormal, but we have skipped E to make F, which is an orthogonal matrix, not orthonormal. Okay. Ma'am, See, how this to F Fourier define? basis. Yes, sir. Ma'am, how to F define? Okay. F m of n is equal to 1 by n e to the power 2 pi I m n by n. Fm of n is 1 by n e to the power 2 pi I m n by n. And this mn varies from 0 to n, 0, 1, 2 up to n minus 1. Okay, sir? Okay, ma'am. Okay. So this is the Fourier basis vector. So Fourier basis have advantages over this E. Definitely it must have advantages. Okay. So what are the advantages this basis have? We'll just go through it. Okay. So one thing is, see, when you consider, so before explaining the advantages of it, I am going to define Fourier transform. So whenever you are given a vector set belong to L2Zn, a vector belong to L2Zn means it is a discrete signal. Whenever you are given such a signal set, you can find the Fourier transform of it. We call it as the discrete Fourier transform, like this. Z cap, let me denote it by Z cap, equal to Z cap of 0, Z cap of 1, etc. Z cap of n minus 1. Okay. Where this is defined as Z cap of m equal to summation over n from 0 to n minus 1 Z of n e to the power minus 2 e to the power minus, it is plus e to the power 2 pi I m n by n. Okay. Z cap of m is, Z cap of m is, sorry, I made a mistake here. It is minus itself. Z cap of m is summation 0 to n minus 1, Z of n e to the power minus 2 pi I m n by n. It is the discrete Fourier transform of the vector set. That once you are given a signal, a discrete signal, you can transform in the sense it is a system. In the way summation 0 to n minus 1 Z of n e to the power minus 2 pi I m n by Is m is constant? n. Okay. Sir? Ma'am, is This m constant? m and n varies from 0 to n minus 1 as it is a discrete signal. Okay, ma'am. Capital N. Are you talking about capital? You are considering L2Zn. No, ma'am. Okay, Once you okay. are fixing the L2Zn, n is fixed. This is fixed, and these two will change. No, the summation is from summation variable. N is a summation variable, and it is moving from 0 to n minus 1. And this m is also moving from 0 to n minus 1. Z cap of 0, Z cap of 1, etc. Okay. Hope it's so. Okay, ma'am.
Now, okay, thank you, sir. Now, once you have this this transform, you can regain back Z. Once you have this transform, you can regain back Z using the Fourier inversion formula. Okay, you have the Fourier inversion formula. Using this, you can regain back Z once you are given Z cap like this. No, Z of n is equal to 1 by, there is a constant outside. Okay, 1 by n summation m from 0 to n minus 1 Z cap of m e to the power, here it is plus, e to the power 2 pi I m n by n. Okay, so once you have this transform, you can regain back Z also. Okay, so you can pass through that system to the other side and to the side also using this Fourier inversion formula. Okay, so this 1 by n Z cap of m e raised to 2 pi I m n by n. See, you consider this expression and this 1 by n is a constant and this is exponential function. This is how you have defined our Fourier basis vectors. Fourier basis vector fm of n is 1 by n e raised to 2 pi I m n by n. Right. So you can rewrite this as summation 0 to n minus 1 Z cap of m fm of n e exponential. We can change this exponential and 1 by n to that fm of n. So that means you can write this as Z is equal to, or Z of n equal to summation m from 0 to n minus 1 Z cap of m fm of n, or Z is equal to summation m from 0 to n minus 1 Z cap of m fm. Z is equal to this, right? Z equals summation m from 0 to n minus 1 Z cap of m fm. That means, see, you are given a discrete signal Z, or when you are given a vector Z belong to the space L2 Zn. You know that this fm is a basis for L2 Zn. You are trying to expand the vector Z in terms of the Fourier basis fm. And what are the constant coefficients that you are getting? For each value of m from 0 to n minus 1, the coefficient of fm is Z cap of m. Okay, so the thing is, when you expand Z, when you express the vector Z in terms of the Fourier basis, the coefficients that you are getting are the components of the Fourier transform. Components are the coefficients are the components of the discrete Fourier transform of the vector Z. So there is a close relation between Fourier basis and Fourier transform. Okay, so Z equals summation Z cap of m fm. Okay, so whenever you know the expansion of the vector Z in terms of Fourier basis elements, it is enough. We are given the Fourier transform also. So if you are able to compute the Fourier transform of a vector easily, then you can expand the vector Z in terms of the Fourier basis also. If this tool is available, if there is this tool to compute the Fourier transform of a vector easily, then you can expand the expand any vector Z in terms of the Fourier basis. Okay, so that is one advantage here of this Fourier basis. And what you can say, and for our luck, there is such a tool. The fast Fourier transform is such an algorithm, such fast algorithm to compute the Fourier transform of a signal. Means if you have a vector Z belong to L2 Zn, you can use the fast Fourier transform. We used to abbreviate it as FFT. Okay, FFT to compute the Fourier transform of the vector Z very easily. Okay, so you have such a tool. Okay, that means you can given any vector set, you can easily compute the Fourier transform, and using this you can express the vector in terms of the Fourier basis. Okay, yes. Now see, when you go through signals, most of our audio equipments,
See, when you consider signals, we can consider audio signals, for example. See, just a piece of a sound. Okay, just piece of a sound. System means something through which the signal passes. See, just an amplifier or any graphic equalizer, etc. All are system. Right? System means just when you Hello. Hello, the voice, it's not audible. input a signal, we will get an output. Okay, when you input a signal, we will get an output. So that means mathematical applied means inputting means you're applying that particular transformation, you'll be getting back something. Hello? Hello? Yes, ma'am. Hello? Not audible? Okay. So let me start presentation again. So I thought something happened. Okay. So where I had stopped, I just forgot. So we were saying something about signals. Okay. So most of our audio equipments that we consider, see, when we consider amplifiers or graphic equalizers, etc., all are almost linear. Okay. See, for example, if you consider an amplifier, see, being linear transformation means some constant into alpha Tx must be. See, but in an amplifier, if you multiply it with a high constant, sometimes the amplifier will blow up. But of course, we just consider that constant to be manageable. Okay, so most of the systems that we are considering will be somewhat linear. Okay, so we consider only the linear transformations here, right? Okay. So once we have a linear transformation, we can have its matrix representation also, right? So when we consider signals and systems means they are transformations. If it is a linear transformation, we can consider its representation, its matrix representation with respect, of course, E and F of L2Zn. Okay, so we can represent that linear transformation as a matrix through with respect to some basis. Okay. See, a few. There is a very important theorem. There is a very important result in this. Of course, I'm not moving too much into that. The result is, if you are given a translation invariant linear transformation, what is translation invariant? See, you are given a system. Okay, you are inputting something. You are inputting a signal. Definitely, it will pass through that system. You will get an output. Means, mathematically speaking, you are given a function. You are applying a transform, some transformation to it. You will be getting the result. Okay. So just think physically, you are given a signal. You just delay the signal. Just delay it by 10 minutes or something. You just delay it. Pass through that system. You'll be getting the output. Is there any change in that output? The output will be again 10 minutes delayed, no? So such systems are called time invariant systems. If it is not affected by the delay. The delay in sense, it will be that output also will be delayed.
how much as the input signal is delayed. Okay, so if that system is like this, we call it as a time invariant system or shift invariant system. So mathematically, such systems, they are transformation. Then such linear transformations are called translation invariant linear transformation. Okay. Now the important result that we're having is, if you are given a translation invariant linear transformation T, then T is diagonalizable with respect to the Fourier basis F. If we are given a translation invariant linear transformation, then T is diagonalizable with respect to the Fourier basis. Okay. If you're given the translation invariant linear transformations, of course, you can represent it as a matrix using the Fourier basis. You represent each of the Fourier basis vectors in terms of the Fourier basis itself. You'll be getting components. You'll use those components to express it as a matrix. So that matrix will be diagonal. Okay. So, and of course, we know diagonal matrices are very easy to analyze, handle. Okay. So one of the key advantage of the Fourier basis is this, that when you are given a translation invariant linear transformation, it can be diagonalizable with respect to the Fourier basis F. Okay. And another advantage I have already mentioned, that the Fourier transforms can be easily computed using the fast Fourier transform, and that is and using that you can express any vector in terms of the Fourier basis. Okay, so these two are two very important advantages of the Fourier basis. Okay, so we were started with the standard basis, and just that is being usual, you just kept step apart and consider the basis E. Though it is orthonormal, it is having, each component is having magnitude a constant everywhere, so it is not localized. We just skipped that also. We constructed then F, the Fourier basis. Though it is having magnitude a constant everywhere, it is not localized, but it is having very important other properties, other advantages. That is, the first one is any linearly translation invariant linear transformation can be diagonalized when you express it with respect to the Fourier basis. And the second one, fast Fourier transform can be used to compute the Fourier transforms easily, so that you can express any vector in terms of the Fourier basis. Okay. See, though the Fourier basis F has two important advantages, it has limitations too. If it is perfect, we need not go to wavelets. No? So Fourier basis is also having some disadvantages. The Fourier basis F is not localized. It is not localized in space. What is meant by localized vector or spatial localization? See, a vector set belong to L2Zn is said to be localized near a point n naught if most of the components Z of n of Z are 0 or nearly 0, except for a few values of n very close to n naught. Localized near n naught means only at n naught or very closer values near n naught we can have non-zero values, and for other components we must have either zeros or values very closer to zeros. That is what a localized vector, spatial localization. Okay. See, for example, our standard basis or the usual basis. What is E naught? E naught is 1, 0, 0, 0, 0. Finite number. If it is E4, see 1, 0, 0, 0. So it is a perfect spatially localized vector. It is having non-zero value only at one place and all the others are 0. So it is a spatially localized vector. So our standard basis is a spatially localized basis. Okay. But our Fourier basis is not spatially localized. Fm of n is 1 by n e to the power 2 pi I mn by n. When you find the, I have mentioned it earlier, if you say f m of n is 1 by n e to the power 2 pi I m n by n. If you find the magnitude, mod fm of n is equal to, this will become
1, e to the power 2 pi I mn by n. So remaining is 1 by n only. So it is having magnitude 1 by n for all the values of m. So if you consider fm a vector, all the components, fm of 0, fm of 1, etc., fm of n minus 1, all the components are having magnitude 1 by n. So it is not localized. Or we can say it is dispersed equally dispersed. Okay. So the Fourier basis is evenly dispersed or equally distributed. The values are equally distributed. The magnitude of each of these components is same. Okay. And likewise, our E also, this E also is not spatially localized. Why a spatially localized basis is useful? Why we need such a spatially localized basis? Because it provides a local analysis of a signal. Provides a local analysis of a signal. That means, see, when you see in medical diagnosis, suppose you want to identify a cancerous cell. Okay, suppose there is a cancerous cell in the hand of a person. It is being scanned. Okay, so we need the result only at the point where there is a cancerous cell. Okay, so we need a positive coefficient only at that point. So if you are using localized basis, spatially localized basis, we can that particular component, that particular basis vector having non-negative or having positive component in that particular area will be considered. Okay. So, or in other case, like if you are doing some archaeological, diggings, okay, somewhere if you find some what I can say, something, if you are given a particular land in which it is heard that something is there hidden. So you need a positive constant only for that particular basis vector which reaches there at that point where that treasure is there. Okay. So in such cases, of course, there are a lot many such examples. In such cases, localized bases are useful. Okay. So that is why we look for a spatially localized basis. Okay. See, another example is video image analysis. See, we know when we speak to someone when we make a video calling, sometimes, say, suppose I'm making a video calling, I'm sitting somewhere, my body is not changing. The only change is to my right hand. I'm explaining something. So I will be using my right hand to I'll be waving like this. So when it is getting transmitted, there is no need to update the whole picture, whole video of me, right? All the other body parts are kept idle. So only my hand or only my fingers are moving. So when this particular video is being transmitted, that changing position means only the vectors corresponding to my hands or my fingers is to be updated. So what you can say, this memory space or bits, we can reduce how many, means we can reduce the size of the data used, or image compression. We need to compress only to that particular area. Okay. So in many such areas, this spatially localized vectors, bases are useful. So our Fourier basis vector, this is not Fourier basis. Fourier basis is not spatially localized. So though it is having two very good advantages, as it is not spatially localized, we need to search for something else. And the one, we can't skip this because it is having very good important advantages. So just when you consider the frequency, see, when this when a signal is being transmitted, it will be having frequency
when you have learned that Z equals summation Z cap of MFM. This is how you can express. So this will give you the frequency because F was in terms of exponential e raised to 2 pi a, and this accounts for pure frequency of the signal. This FM accounts for the pure frequency of the signal. So see, when you consider this Fourier basis, for any signal set, this when you find the Fourier transform, if it is localized, we say that this set is frequency localized because FM accounts for pure frequency. So if you consider the Fourier basis vectors, you find the Fourier transform of these basis vector 1 by n e to the power 1 by n e to the power 2 pi I m n by n. This is our Fourier basis vector. When you find the Fourier transform of this basis vector, you can see that it is perfectly frequency localized. That is, Fourier transform of f cap is localized. That means the Fourier basis vector is frequency localized. Frequency localized. Okay. See, when you are considering some audio signals, okay, audio signals, you're transforming it, you're letting it pass through some system. So you'll be getting the output. If in the output there are high frequency part, high frequency means which is not admissible. If you can understand, if you can analyze that particular high frequency, means coefficients of that high frequency, you can just delete it. No. The frequencies which are admissible to our ears can be permitted, and all the others, high frequency portions, can be deleted. Or if we want to delete such high frequency portions, we must know the coefficients corresponding to that. For that, we need frequency localization. So in that case, F is again useful because F is frequency localized. So what are the advantages of F? F is frequency localized. Then fast Fourier transform is there to compute. That is Fourier transform easily. Then if you're given any linearly translation invariant linear transformations, you can diagonalize it when you represent it through Fourier basis. But it is not spatially localized. Okay, but we need that also. Spatially localized, if it is spatially localized too, then it will be bit more beneficial to us. So people are looking for such bases which is both spatially and locally, spatially and frequency localized. Okay, if there is such a basis, definitely when our signal is given, a simultaneous space frequency analysis can be given. Simultaneously, a space frequency analysis can be done. And wavelets will provide such a basis. Wavelets, and that is why I have told you, we are just moving to this. Why we need wavelets? Okay, wavelets will provide such a basis which is both spatially localized and frequency localized. Okay, so wavelet means it is a basis which is having all these properties. So it is very useful for data compression, and that is why I have told you in the starting, that is why FBI have chosen or have given their contract of fingerprint compression to the wavelet group, to a group which uses the wavelet theory for data compression. Okay, so wavelets will provide a basis which is both spatially and frequency localized, so that whenever you are given a signal, whenever you are given a vector, both its space and frequency analysis can be done simultaneously. Okay, so that is the need of construction of such a basis, wavelet basis. Now, I think, of course, let me just give an introduction how it looks. A wavelet basis, how it looks. See, when you consider L2Zn, a discrete space, you just consider a vector U. Just consider a vector U. Okay, you are given L2Zn, you just consider a vector U.
you just form all the translations of U. Translations means if you are given the vector some 1, 2, 0, 1, 2, 0 belong to L2 set 3, 1, 2, 0. 201. 201 is a translation of it. Just one space is changed. Second term comes first, third comes second, first comes, means as a rotation. This is a translation. When I write like this, 0, 1, 2, this also is a translation. Okay, so likewise you can make translation, or even you can write, when you view it cyclically, you can say it rotation also. Okay, so you consider a vector U, then you consider all the translations of it. You are choosing it from L to Zn. You form all the translations of it. Translations are denoted like this, okay? RK set. R0 Z is Z itself. R1 Z is just one place is shifted. R2 Z is 2 places are shifted likewise. We just consider all the translations of it. Okay, so how many vectors are there? This K is moving from 0 to n minus 1. We can have n vectors, no? N vectors. R0 Z, R1 Z, etc. Rn minus 1 Z. Okay, so these are the translations of the vector U. Okay, so for this will not go to wavelet. I just wanted to say about translation. We just consider two vectors, U and V, and you consider all the even translations of this are 2KU. Even translations, you can shift only 2, means shift 2 places. R0, then R2, R4, etc. Union R2KV. Even translations of U and V. See, even translations means you have to, or you can change K from 0 to n by 2 minus 1. Right. Only half will go, halfway it can go. When it is to K, it will be n minus 1. And here also it is K from 0 to n by 2 minus 1. Okay. This set, you consider the two vectors U and V, then you consider all the even translations of these two vectors and form a class. This set, let me write, denote it by B. This set contains n number of vectors. N number of vectors, and there is a chance for this to form a first stage wavelet basis. And of course, our time is short now, so I won't be able to discuss how this wavelet basis is formed. I just wanted you to say, or I wanted to make you know the importance of wavelets. Okay, importance of studying wavelet theory. So this particular set will form a first stage wavelet basis if this is an orthonormal set. If this B is an orthonormal set, it is called a first stage wavelet basis for L2 Zn. Okay. This you can go to make a second stage, third stage, etc. to p stage wavelet basis for L2 Zn, and the same way also for discrete signals, and you can extend it. Okay, so that is the way it goes. You can have a course in wavelet theory also, and just 1 hour is not at all enough for constructing a wavelet basis. Okay, so I think it is. I can just make you interested in studying this wavelet theory. And let me stop my presentation. Thank you, ma'am.
If participants need to ask some questions, you can either ask directly or post your queries in chat box. And of course, I can answer only if I know, and not sure that I can answer all. See, no man is perfect, no. So just ask. If possible, I'll answer it now itself, or else I'll refer and make you clear. Okay. Someone may open up, please. Okay. So I think they don't have any queries. They understood everything well. Okay. So that was really an interesting session on an introduction to wavelets. I'm sure that the participants got an idea about wavelets. Okay. So, so behalf of everyone present here, let me express our sincere gratitude towards Sunita ma'am. So thanks a lot. Thank you. Students can find the feedback form in the chat box. So thank you to one and all. Thank you. Thank you, everybody, for giving me such a chance to make up your bridge. Okay. Thank you, Vichita. Thank you very much. May I leave now? Yes, ma'am, you can. Thank you once again on behalf of Department of Mathematics, Sacred Heart College, Chalakudi. Thank you. Hello. Thank you. Thank you.